തൃശ്ശൂര് ഹലോ ഹലോ, ഞങ്ങള് കൊറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഞങ്ങള് ഇന്നലെ വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടു, നിറയെ ആമ്പല് പൂത്തിട്ട്. അത് കണ്ടിട്ട് കൊതിയായിട്ട് ശരിക്കും പറഞ്ഞ ഒരു 100-150 കിലോമീറ്റർ ഓടിയിട്ട് വന്നേക്കാണ്. ഞങ്ങൾ ഓടിയതല്ല, കാർ ഓടിച്ച് വന്നേക്കാണ്. സ്ഥലം എവിടെയാന്ന് വെച്ചാൽ കോട്ടയം ജില്ലയില് മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഇതുള്ളത്. നിറച്ച അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അമ്പലം ഇങ്ങനെ പൂത്ത് നിൽക്കാണ്. ഇത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ കാഴ്ചകൾ കാണാം. കണ്ടിട്ട് ഇപ്പൊ സഹിക്കാൻ പറ്റണില്ല, പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാനുള്ള തിരക്കാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാം. കട്ട് ചെയ്ത് Don't we find a way to compromise? Don't wanna see both sides. How can we be so blind? Everyone just wants to live. There's still a chance for us up in the stars above. We could find peacefulness. It's not too late. We can ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വഞ്ചിയിൽ കേറിയിട്ട് ഒരു ഇത്തിരി അങ്ങോട്ടേക്ക് പോവാൻ നോക്കാണ്. നടന്നിട്ട് എത്തണില്ല, ചളിയാണ്. ചേട്ടന്റെ വാവയൊക്കെ ഉണ്ട് നമുക്ക് കൂട്ടിരെ. അപ്പൊ നമ്മള് വഞ്ചിയിലധികം കയറാൻ പോവാണ്. ഞങ്ങള് ആമ്പൽ പൂക്കളുടെ നടുക്കെത്തിയിട്ടുണ്ട്. നടുക്കെത്തിയ സമയത്താണ് നമ്മള് തോണിയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ തോണിയിൽ നിന്ന് ഇറങ്ങി, ഞാൻ തോണിയിൽ ഇറങ്ങുകയാണ്. പൂക്കളുടെ നടുക്കിലോട്ട് വഞ്ചിയിലോട്ട് കൊണ്ട് എത്തിച്ച ആളെന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിറച്ച ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടുവാണ് ശരിക്കും പറഞ്ഞാൽ. കംപ്ലീറ്റ് കാണുന്ന സ്ഥലത്ത് മുഴുവൻ റോസ് കളറ്, ഭയങ്കര രസമുണ്ട്. എല്ലാവരും വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത്രയും കിട്ടുവാണ് അവിടെ പൂ പറിച്ചു തുടങ്ങി. നീ പറഞ്ഞു feel it.
അപ്പോൾ ഞങ്ങള് ഇതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ചേട്ടൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ആമ്പൽ പൂത്ത് നിൽക്കുന്ന 9000 ജെ ബ്ലോക്ക് പാടശേഖരത്തിലാണ്. അപ്പോൾ അത് ഏകദേശം 1800ഓളം ഏക്കർ വരുന്നൊരു പാടശേഖരം. രണ്ട് രീതിയിലാണ് ഈ പാടം കൃഷി ആരംഭിക്കുന്നത്. ഒന്ന് കരപ്പാടം എന്ന് പറയുന്ന കരപ്രദേശവും, അതായത് കരപ്പാടം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിട്ട്, ഇതിൻ്റെ നമ്മൾ ആ കാണുന്ന സെൻറ്റർ വരുന്ന ഭാഗമായിട്ട് കരപ്രദേശമാണ് പെട്ടെന്ന് വെള്ളം പറ്റുന്നത്. അതിൻ്റെ പുറകോട്ട് കായലെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടിതിലാണ് കൃഷി വരുന്നത്. അപ്പം ഈ പാടത്തേക്ക് വെള്ളം തന്നെ വരുന്നതാണോ അതോ കയറ്റി ഇടുന്നത്? ഇത് വർഷത്തിലെ കൃഷി കഴിയുമ്പം ഇതിൻ്റെ വെള്ളം കയറ്റി ഇതിനകത്ത് കയറ്റി കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മഴയൊക്കെ ആകുമ്പം വെള്ളം കിഴക്കും എന്നൊക്കെ വെള്ളം വരുന്നത് കയറുന്നറിയും. പിന്നെ അതിങ്ങനെ വെള്ളം കയറ്റി ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഉപകാരം എന്ന് പറയുന്നത് കൃഷി കഴിയുമ്പം ഒരു വർഷത്തെ കൃഷി കഴിയുമ്പോൾ അത് നമ്മൾ ഈ കണ്ടത്തിലെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടും കളയൊക്കെ നശിക്കാൻ വേണ്ടിയിട്ടും മരുന്നടിച്ച് അങ്ങനെയൊക്കെ വരുന്നതാണ്. വൈറലാവാൻ സാധ്യതയുണ്ടല്ലേ? അതെല്ലേ? ഇവരാണ് നമ്മളുടെ കിട്ടില്ല. അപ്പൊ ചേച്ചി ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. നമ്മളിവിടെ വന്നിട്ട് പുതിയൊരു യൂട്യൂബർ ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടന്റെ ചാനലിന്റെ പേര് പറഞ്ഞേ? നമ്മുടെ ചാനലിന്റെ പേര് കൊച്ചുബായി ബൈജു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കണ്ടിട്ട് ഇവിടെ വരാന്ന് വിചാരിച്ചു വന്നതാ. വന്നപ്പം വന്നില്ലെങ്കിൽ മിസ്സായി പോയാനെന്ന് തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അടിപൊളി അറ്റ്മോസ്ഫിയർ. ടിക്ടോക്കിൽ നല്ല ആക്റ്റീവ് ആണോ? ഞാൻ ടിക്ടോക്കിലുണ്ട്, പക്ഷെ എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആണ്. ഞങ്ങളുടെ പ്രൈവറ്റ് അല്ലേ, പബ്ലിക് ആണ്. എന്നാ അക്കൗണ്ടും കൂടെ പറഞ്ഞോ, പ്രൊമോഷൻ ഔട്ടാ. ബോബി മൈലാടി എന്നാണ്. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. എന്റെ ഭാര്യയാണ്, അല്ല പണം വിഷയം. ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. ഇത് നമ്മുടെ കസിൻ ചേച്ചിയാണ്. ഇതെല്ലാം കസിൻസ് ആണ്. ഇവരിവിടെ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് മുഖം കാണുന്നില്ല. കുറച്ച് ഇങ്ങോട്ടേക്കോ. വൈറലായി പോയാലോ? അതെ, ബൈ ചാൻസ് എങ്ങനെ സംഭവിച്ചാലും. എക്സ്പീരിയൻസ് നമ്മളിപ്പോ ടിക്ടോക്ക് കണ്ടിട്ടാണ് വന്നത്. എല്ലാരും ടിക്ടോക്ക് കണ്ടിട്ടാ വന്നേ. ചോദിച്ചവരൊക്കെ അറിയുന്നത് എങ്ങനെയാ നമ്മളിപ്പോ? എവിടെ വീട് എവിടെയാ? ഞങ്ങളിവിടെ ഹോസ്റ്റലിൽ നിൽക്കുക, ലക്ഷ്യ പഠിക്കുക. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്?
കൊറേ നേരമായി വന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. It's not too late, we can be saved. I'm feeling more alive and I see hope on the horizon. It's not too late, we can be saved. I'm feeling more alive and I see hope on the horizon. അങ്ങനെ നമ്മള് മലരിക്കലുള്ള ആമ്പൽ പൂക്കളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടും മതിയാവണില്ല. ഒരു മൊമെന്റിൽ നിൽക്കുകയാണ്. ഇപ്പൊ വെയിൽ വന്നു തുടങ്ങി. വെയിൽ വന്നു വെച്ചാൽ ആമ്പല് പാടി തുടങ്ങും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാൻ സമയമായി. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരിക. അതിനു മുമ്പ് ഇത് നശിപ്പിച്ച് കളയാത് കഴിഞ്ഞിട്ട്. അതെ, അപ്പൊ നമുക്ക് ഇവരൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കൂടെ നമ്മൾ ഇന്നത്തെ സൈൻ ഓഫ് ഇവരുടെ കൂടെ പറയുന്നത് ഞങ്ങളെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇത് കാണണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.